ബിഗ് ബോസ് മലയാളം സീസൺ 7 അടിക്കടി ബിഗ് ബോസ് കൊടുക്കുന്ന നിയമങ്ങൾ ഒരുപാട് ലംഘിച്ചിട്ടുള്ള ജിസേൽ തക്രാൽ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് വീണ്ടും വീണ്ടും ആ ഒരു നിയമലംഘനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് എന്തൊക്കെ പറഞ്ഞിട്ടും അവിടെയുള്ള കണ്ടസ്റ്റൻസ് എന്തൊക്കെ പറഞ്ഞിട്ടും യാതൊരു വിലയും ഈ പറയുന്ന ജിസേൽ തക്രാൽ എന്താണ് അതിനൊക്കെ പുച്ഛിച്ച് തള്ളുന്ന രീതിയിലൊക്കെയാണ് പുള്ളിക്കാരത്തി ഓരോ കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടുന്നത്. ഇന്ന് ബി ഹൗസിൽ നമ്മുടെ അനുമോൾക്കെതിരെ മറ്റൊരു നിയമലംഘനം കൂടി, അതായത് ബിഗ് ബോസിലെ നിയമമല്ല, നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഒരാളെ ബോഡി ഷെയിം ചെയ്യുന്നത് ഒരു കുറ്റകരമായിട്ടൊരു കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അനുമോൾ എന്ന കണ്ടസ്റ്റന്റിന് പൊക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം ഒരു മോശപ്പെട്ട രീതിയിൽ അനുമോളെ എന്താണ് ഈ പറയുന്നത് ജിസേൽ തക്രാല് ബിഗ് ബോസിൽ എന്താണ് പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, വേഷമിട്ട സമയത്ത് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ ബേബി ഹൗസിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട്. അതിനെ ലംഘിക്കുന്ന രീതിയിൽ സ്വന്തം വേഷങ്ങൾ ഈ പറയുന്ന ജിസേൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സംസാരമുണ്ടായ സമയത്ത് ഞങ്ങൾ ഉയരം കൂടിയ ആളുകൾക്ക് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വേഷങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാകുള്ളൂ, നിങ്ങൾക്ക് ഉയരമില്ലാത്ത ആളുകൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് അനുമോൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട, ഉയരമില്ലാത്ത ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾക്കെതിരെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അനുമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു ബി ഹൗസ് വരെ എത്തിച്ചേർന്നത് എൻ്റെ ടാലന്റ് കൊണ്ടും എൻ്റെ ആക്ടിങ് സ്കില്ല് കൊണ്ടും സ്റ്റാർ മാജിക്കിലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നത് കൊണ്ടും എൻ്റെ ഫെയിം കൊണ്ടുമാണ്, അല്ലാതെ ഈ പറയുന്ന പൊക്കക്കുറവ് ഒരിക്കലും ബി ഹൗസിൽ എന്താണ് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പങ്കെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉള്ള കാര്യമല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷവും നമ്മുടെ ജിസേൽ തക്രാൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. നിനക്ക് പൊക്കമില്ല 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 എന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട്, അതായത് അവിടെ തെറ്റ് ചെയ്തത് നമ്മുടെ ജിസേൽ തക്രാലാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. പുള്ളിക്കാരത്തി അവിടെ ബി ഹൗസിൽ പാലിക്കേണ്ട നിയമങ്ങൾ, ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള വസ്ത്രങ്ങളും ഒന്നും ഇടാതെ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ ബിഗ് ബോസിൽ നിൽക്കുന്നതിന് മറ്റുള്ള കണ്ടസ്റ്റൻസ് എതിർക്കുമ്പോഴാണ് ഈ ഒരു രീതിയിൽ ഈ പറയുന്ന ജിസേൽ തക്രാൽ അവരെ ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം അനുമോൾക്ക് അത് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. എൻ്റെ പൊക്കക്കുറവ് എനിക്കൊരു പ്രശ്നമാണോ, എൻ്റെ ടാലന്റ് അല്ലേ നോക്കേണ്ടത്, പൊക്കക്കുറവ് ഒരു പ്രശ്നമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് എന്താണ് ഈ പറയുന്ന ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. അനുമോൾക്കൊപ്പം ഒരുപാട് കണ്ടസ്റ്റന്റ് പോയിട്ട് ഈ പറയുന്ന അനുമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രൊമോ ഒക്കെ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇതിന്റെ ബാക്കിയും ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ജിസേൽ തക്രാലിന് കിട്ടേണ്ട ഒരു ആൻസറും നമുക്ക് എന്തൊക്കെയാണെങ്കിലും കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ ഇതിന്റെ എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ ലൈവ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഒരു കാര്യം മനസ്സിലായി കാണും. ഭയങ്കരമായൊരു ഇഷ്യൂ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ബിഗ് ബോസിലെ നിയമലംഘനവും അതുപോലെ തന്നെ ഒരാളെ ബോഡി ഷെയിം ചെയ്തതും ആ ഒരു കണ്ടസ്റ്റന്റിന് അതിൽ പരാതി കൂടിയുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്